ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാലാരിവട്ടത്തുള്ള റെസ്റ്റോ കെഫേയിൽ വന്നതാണ്. ജൂലൈ 1 നമ്മളുടെ 14th വെഡിങ് ആനിവേഴ്സറി. സാധാരണ വീട്ടിലാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാറ്, പക്ഷേ ഇത്തവണ ഒരു ചെറിയ ചേഞ്ച് വേണമെന്ന് തോന്നി. അതിനൊരു ചെറിയ കാരണമുണ്ട്. കാരണം ലാസ്റ്റ് ഇയർ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അമ്മയുടെയും ഡാഡിയുടെയും. സോ നമ്മൾ അന്ന് ഇവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചിരുന്നു, കോക്കനട്ട് കേക്ക്. പക്ഷേ അതെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കോക്കനട്ട് ആയിരുന്നുകൊണ്ട്. പക്ഷേ വീട്ടിലെത്തി കഴിച്ചപ്പോൾ ആ കേക്ക് തീർന്നതുപോലെ എങ്ങനെയാണെന്ന് അറിയില്ല, അത്ര ടേസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളിവിടുന്ന് മാംഗോ കേക്ക് വാങ്ങിച്ചിരുന്നു, അതും അടിപൊളിയായിരുന്നു. പക്ഷേ കേക്കിനേക്കാളും ഒരു പൊടിക്ക് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ടേബിൾ ഡെക്കറേഷൻ ആയിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ച് പേര് സെലിബ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയത് കണ്ടായിരുന്നു. സോ അവരുടെ ടേബിൾ ഡെക്കറേഷൻ, ഫ്ലവേഴ്സ്, ഫോട്ടോ ഫ്രെയിം, പിന്നെ ഗോൾഡൻ കേജിലുള്ള കേക്ക് സ്റ്റാൻഡ്, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കണം കേട്ടോ എന്ന്. അപ്പോൾ നമ്മൾ 7 മണിക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് വൈകിട്ട്. സോ 6:30 അപ്പോൾ തന്നെ നമ്മളവിടെ എത്തി. അപ്പോഴേക്കും അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കേക്കൊക്കെ റെഡിയായിരുന്നു. കേക്ക് സ്റ്റാഫ് ടേബിളിലേക്ക് കൊണ്ടുവന്നു, സ്മോക്ക്, ഫ്ലവേഴ്സ്, പിന്നെ ഡെക്കറേഷൻ എല്ലാം കൂടി ആയപ്പോൾ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 14th വെഡിങ് ആനിവേഴ്സറി കേക്ക് ഞങ്ങൾ കട്ട് ചെയ്തു. അവിടെ വെച്ച് തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പകുതിയോളം കഴിച്ചു തീർത്തു എന്ന് തന്നെ പറയാം. ഞാനും അതുമാണ് കൂടുതൽ കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതിന് ലാറ്റെ കോഫി വേണമെന്ന് പറഞ്ഞു. സോ അവർ അതൊക്കെ റെഡിയാക്കി. അതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവരുടെ ഒരു പ്രീമിയം ഡെക്കറേഷൻ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞു, അമ്മ ഇനി എൻ്റെ ബർത്ത്ഡേ നമുക്കിവിടെ ഈ പ്രീമിയം ഡെക്കറേഷനിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളുടെ സെലിബ്രേഷനൊക്കെ അടിപൊളിയായി. സോ വഴികൾ ഇനിയും ബാക്കിയുണ്ട്, യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്.